നമ്മുടെ ജനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ബേപ്പൂർ മെക്സവൻ ഇതിനെക്കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. മെക്സവൻ താരല്ലേ മൊത്തത്തിൽ വിവാദങ്ങളായിട്ട്. മാത്രമല്ല മെക്സവന്റെ കാര്യമാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഹെൽത്ത് പ്രോഗ്രാം ആണോ പൊളിറ്റിക്കൽ പ്രോഗ്രാം ആണോ എന്നൊക്കെ ജീവിതശൈലി പ്രോഗ്രാമാണ്. ജനങ്ങൾക്ക് മുഴുവനും രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. എല്ലാ ജാതി ആളുകളുണ്ട്, എല്ലാ മതവിഭാഗം ആളുകളുണ്ട്. ഇന്ന് ബേപ്പൂരിൽ കണ്ടോ, അതിഗംഭീരമായ പ്രോഗ്രാമാണ് അത് നടക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. താങ്കൾ മെക്സവന്റെ ആളാണോ? മെക്സവൻ അല്ലാത്ത ആൾക്കാർ കുറവാ അവിടെ അല്ലേ? രാവിലെ അധികം ഒരുപാട് ആൾക്കാർ വരാറുണ്ടോ ആരോഗ്യ പ്രശ്നമായിട്ട്? മെക്സവൻ ബേപ്പൂരിൽ തുടങ്ങിയതിനു ശേഷം ആളുകൾ ഇങ്ങനെ അധികരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിന്റെ ഗുണം തന്നെയാണ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങളെ കൊണ്ടുള്ള ഒരു പ്രചോദനമാണ് എല്ലാവരും ഇവിടെ എത്തിക്കാനുള്ള കാരണം. താങ്കളുടെ അവസ്ഥ എങ്ങനെയാണ്? മെക്സവന്റെ ആളൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ കടലോര ജാഗ്രത സമിതിയുടെ ജാഗ്രതാ സമിതി. എന്താ ഉദ്ദേശം? ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബേപ്പൂരിന്റെ പുരോഗമനം തന്നെയാണ്. നമ്മള് കടലോര ജാഗ്രത സമിതി നടക്കാം, പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ല, കടലോര ജാഗ്രത സമിതി എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കരുത്താണത്. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് പോലീസുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും നമ്മളെ സഹായിച്ച് ഈ നാട്ടിൽ സഹായത്തിന് കൂടെ ഉണ്ടാകണം. അപ്പൊ നമ്മൾ ഈ കടലോരത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മളത് പോലീസിനെ അറിയിക്കുകയും ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ഒരു പ്രശ്നങ്ങൾ ഈ കടലിൽ ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ. അങ്ങ് ഈ സംസാരിക്കാൻ എപ്പോഴും കോമേറ്റ് പോകും. അല്ല കാര്യം ഇത് ടെലിവിഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ചെറിയ വാചകത്തിൽ പറഞ്ഞ കുറച്ചും നല്ല. ഇവിടെ കോമേറ്റ് ഞാൻ വിചാരിച്ചു അങ്ങ് തിരുവനന്തപുരത്ത് എത്തുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല കാര്യം, സന്തോഷം. എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. CPI-യുടെ ബേപ്പൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ്. CPI-യുടെ മണ്ഡലം സെക്രട്ടറിയാണ് മെമ്പർ. അപ്പൊ ഫുൾ നെയിം ഇത് തന്നെ പൊതുപ്രവർത്തനം തന്നെ. മുഴുവൻ പേര് KP ഹുസൈൻ കോയ, ബേപ്പൂർ. ഓക്കെ, അപ്പൊ നന്നായിരിക്കട്ടെ. അപ്പൊ ഷഹദ് റഹ്മാൻ എവിടെ? ഷഹദ് ഇവിടെ. ഷഹദേ, ഈ ബേപ്പൂര് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. ഞാൻ വിഷ്വലിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, ഇവിടെ വന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ എന്തുവാ ബേപ്പൂരിന്റെ ഒരു പുരാണം? സാറേ, ഇവിടുത്തെ ഇപ്പം കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ബേപ്പൂർ. ആകാശ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഹെലിക്യാം അല്ലേ? ഡ്രോൺ ആചാര്യൻ ആരാണ് ഇവിടെ? ഉണ്ടല്ലോ. ഓക്കെ. അപ്പം സാർ, നമുക്കറിയാം ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രങ്ങളുണ്ട്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മണ്ണാണ്. അപ്പൊ നമ്മള് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്താ പേര്? എന്താ പേര്? എന്താ പരിപാടി? സ്കൂളിലെ പാചക തൊഴിലാളിയാ. ഇങ്ങോട്ട് പോവാണോ? ഇല്ലല്ലോ. ആണോ? ഓക്കെ മോളെ, താങ്ക് യു. അപ്പൊ പാചകമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ശമ്പളം കിട്ടുന്നില്ലയോ? അയ്യോ, എത്ര കാലമായി? മുഖ്യമന്ത്രിയോട് പറയണ്ടേ? സമരമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ബാക്കി ബഷീറിന്റെ നാടാണ്. അതെ, ബഷീറിന്റെ നാടാണ് സാർ. കുറെ ഫാമിലീസ്. ഹലോ, സന്തോഷം. എന്തൊക്കെയാ പേര്? ഇത് എന്നോടുള്ള ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അല്ല, ടെൻഷൻ ഉള്ളത്. മക്കളെ, സുഖല്ലേടാ കൂട്ടാ? ഇത് എന്തോ സാധനം അറിയോ? എന്തോ ഇത്? മൈക്ക്. അവനോടാ മിടുക്ക. നീ ഭാവിയിൽ അവതാരകനാവും കേട്ടോ. അവനെ ഈ ചെറിയ പ്രായത്തിൽ അതല്ല, അവന് മൈക്കിന്റെ അത്ര നീളേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ? അപ്പം സാർ, നമ്മൾ വൈകാതെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ പോകും. അവര് നമ്മളെ കാത്തിരിക്കുവാണ്. ഉമ്മയുണ്ടോ അവിടെ? മകനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പം ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇപ്പം ഈ ബേപ്പൂര് എന്ന് പറയുന്നത്. നമ്മുടെ മന്ത്രി റിയാസ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വികസന മണ്ഡലമാണ്. അപ്പം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട്. ഏകദേശം 10 കോടി രൂപ മധുരയിലാണ് വരുമായിരുന്നു. ഏകദേശം 10 കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടുത്തെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ നമുക്ക് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഹാർബറിന് തൊട്ടടുത്തായിട്ട് തന്നെ ചാലിയം ഉണ്ട്. അവിടെ ഇതേപോലെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം രാവിലെ ഇപ്പം ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഓടാനും അതുപോലെ തന്നെ മറ്റ് വ്യായാമ പരിപാടികൾക്കും ഒക്കെ ആയിട്ട് വരും. അതുപോലെ തന്നെ അവിടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതെങ്ങനെ പോകുന്നത്? അത് നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതികരണം അതിന് ഉണ്ടായിരുന്നു. തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ വിദേശികൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പൊ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് കൂടുതൽ ആളുകൾ കടൽ തീരമൊക്കെ വളരെ വളരെ കാര്യമായിട്ട് മാലിന്യമൊന്നുമില്ലാതെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് 2ാം ഘട്ട പദ്ധതിയിൽ, അതായത് ഇപ്പൊ നമ്മൾ ഇന്നലെ ഈ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരോട് ചോദിക്കാം, നമ്മുടെ ഈ മാലിന്യമൊന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ഈ സ്ഥലത്തെ ഈ മാലിന്യമൊക്കെ നന്നായിട്ട് സമയത്ത് കളയാൻ പറ്റുന്നുണ്ടോ? എന്താ പേര്? സിന്ധു. ഈ ജോലി കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ടൂറിസ്റ്റുകൾ വന്നാൽ അവര് പരാതി പറയത്തില്ലല്ലോ. ഇല്ല, സന്തോഷമല്ലേ? എന്താ മാഡം വിശേഷം എന്താ ഉള്ളത്?
ഞങ്ങൾ രാവിലെ 7 മണി മുതൽ 1 മണി വരെയാണ് ഇവിടെ ക്ലീനിങ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് വേർതിരിക്കും, മറ്റതും വേർതിരിക്കും. അതിന് ശേഷം അത് കോർപ്പറേഷൻ കൊണ്ടുപോവുക ചെയ്യുന്നത്. ശുദ്ധിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. നല്ല പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കും, ബാക്കി ശേഖരിച്ച് വെക്കുന്നത് കോർപ്പറേഷൻ കൊണ്ടുപോകും. ചോദിച്ചതിന് ഉത്തരമല്ലേ, ശുദ്ധിയായിട്ട് സൂക്ഷിക്കുമോ? ശുദ്ധിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് നല്ലതുപോലെ. സന്തോഷം, നന്നായിരിക്കട്ടെ. ഇതെന്തോ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് അല്ലേ ഞങ്ങളെ പരിപാടി? ഓക്കെ, നന്നായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അപ്പം നമ്മുടെ ചേച്ചി പറഞ്ഞതോടത്ത് നിർത്താം. ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്കൺ പ്രോഗ്രാമാണ്. അത് ഈ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ അതിന് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഈ കുറഞ്ഞ കാലം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം 4 സീസൺ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പം ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ ഈ കുറെ തട്ടുകടകൾ ഒക്കെ ഉണ്ട്. അപ്പം ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ കടകളൊക്കെ തുറക്കും. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ പെരുന്നാൾ, ഓണം, വിഷു അല്ലെങ്കിൽ സൺഡേ, സാറ്റർഡേ ദിവസങ്ങളിലൊന്നും ഇവിടേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് ഈ ഭാഗങ്ങളിലുണ്ട് സാർ.